ആകെ ഞെട്ടിച്ച പുറ്റിങ്ങൽ ദുരന്തം നമുക്കൊന്നും ഇന്നും മറക്കാൻ കഴിയില്ല അല്ലേ? ആ ദുരന്തത്തിൽ അന്ന് 110 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. വീണ്ടും നമ്മൾ അത് ഓർക്കുകയാണ്. ആ അപകട സ്ഥലത്തേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി പോയി. AV ജയശങ്കർ അവിടെ എത്തി തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. തൃശ്ശൂരിൽ വെടിക്കെട്ടപകടം നടക്കുമ്പോൾ കൊല്ലത്ത് പരവൂരിൽ പുറ്റിങ്ങൽ വലിയ വേദനയിലാണ്. ഏകദേശം 10 വർഷം മുമ്പ് ഒരു ഏപ്രിൽ 10-ാം തീയതിയാണ് പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടം നടക്കുന്നത്. ഈ ക്ഷേത്ര മൈതാനമാകെ ഒരു ശവപ്പറമ്പായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് വലിയ വെടിക്കെട്ട് അപകടം നടക്കുന്നത്. പുലർച്ചെ 3:30 ഈ ഒരു അപകടമുണ്ടായത്. ഇന്നും ആ അപകടത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷികൾ ഈ ക്ഷേത്ര മുറ്റത്തൊക്കെ തന്നെയുണ്ട്. 110 പേർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടമായി. 654 പേർക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റുന്ന സാഹചര്യമുണ്ടായത്. ഇന്നും ആ അപകടത്തിൻ്റെ പരിക്കുകൾ പേറി ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രമുറ്റത്ത് ഇങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴും അവർക്ക് വലിയ വിഷമമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ ഈ ചേട്ടൻ, ഇദ്ദേഹം ആ അപകടത്തിൻ്റെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. ഒരു കാൽ നഷ്ടപ്പെട്ടു, ഒപ്പം തന്നെ ഒരു കണ്ണും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നും വേദനയല്ലേ? അത് വേദന, ഒരടി നടക്കാൻ പറ്റത്തില്ല. കാരണം പെയിനായി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റത്തില്ല. ഈ ഒരു കണ്ടീഷനാണ് പോണത്. എങ്ങും പോയി 10 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ, ജീവിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കണ്ടീഷനാണ്. ഈ നഷ്ടപരിഹാരമൊക്കെ കിട്ടിയോ? നഷ്ടപരിഹാരം കേരള സർക്കാർ 2 ലക്ഷം രൂപ വന്നു, കേന്ദ്ര സർക്കാർ 50,000 രൂപ വന്നു. ഇത് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്. ഇപ്പൊ ഈ അമ്പലത്തിന് മുറ്റത്തേക്ക് എന്നും വരുമ്പോ എന്താ തോന്നുന്നത് വെച്ചാൽ ദേവിയുടെ ഒരു കാരുണ്യം നമുക്കുണ്ട്. പക്ഷെ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഇതിന് കാരണക്കാരനായ ആരാണ്, അവരെ കണ്ടുപിടിക്കണം. കാരണം ആളുണ്ടിങ്ങനെ ഈ ദുരന്തം വരുത്തി വെച്ച ആളുണ്ട്, ഒരാളല്ല, ഒന്നിലധികം ആൾക്കാർ. നമ്മൾ അയലത്തുള്ളവരെല്ലാവരും മരിച്ചു. എൻ്റെ ഫാമിലി മൊത്തം ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ പെങ്ങന്മാർ, അളിയന്മാരെല്ലാം ഉണ്ടായിരുന്നു. അവർ ദേവിയുടെ കാരുണ്യത്തിൽ അവർ കുറച്ച് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് അത് മൊത്തത്തിൽ പൊട്ടിയത്. സങ്കടമാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ചൈനയുടെ പടക്കം പൊട്ടിച്ചത് തന്നെ നെഞ്ചിലൊരു ഇടിയാണ്, പേടിയാണ്. വന്നപ്പോഴത്തൊക്കെ ഇവിടെ ഇങ്ങനെ നീക്കിക്കൊണ്ട് ആളിനെയൊന്നും എടുക്കുന്നില്ല. ഈ കെട്ടിടം താന്നത് നീക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അതിനകത്ത് ആളുണ്ട്, അതിനകത്ത് ആളുകൾ കിടപ്പുണ്ട്. കൈ പോയതും കാല് പോയി, അങ്ങനെ ഇങ്ങനെ ഇതിൽ കണ്ടപ്പം തന്നെ നമ്മളങ്ങ് ഞെട്ടിപ്പോയി. ആകെ ഒരുപാട് ഞെട്ടൽ നമുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. എന്തായാലും പുറ്റിങ്ങൽ അപകടത്തിന്റെ രക്തസാക്ഷികൾ ഇന്നും ഈ ക്ഷേത്രമുറ്റത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഓരോ ഏപ്രിൽ 10 വരുമ്പോഴും അവരുടെ മനസ്സിൽ അവർക്ക് വലിയ വേദനയും സങ്കടവും ഒക്കെയാണ്. എന്തായാലും തൃശ്ശൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഇനിയെങ്കിലും ഇത്തരം അപകടങ്ങൾ വരുത്തി വെക്കാത്ത തരത്തിലുള്ള സുരക്ഷയും ഒരുക്കങ്ങളൊക്കെ വേണമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ അന്ന് ഈ പുറ്റിങ്ങൽ അപകടത്തിന് കാരണക്കാരായ ആളുകൾക്ക് വേണ്ട ശിക്ഷ വാങ്ങി നൽകണമെന്നും ഇവർ വേദനയോടെ പറയുന്നു. ക്ഷേത്ര മുറ്റത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, റിപ്പോർട്ടർ കൊല്ലം.